ഹായ്, ഞാൻ സുജിത രതീഷ് ഫ്രം sujiscooking.com. ഇന്ന് നമുക്ക് നല്ല രുചികരമായ റവ ദോശ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല തമിഴ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ കിട്ടുന്ന പോലെയുള്ള കരികരിപ്പായ ടേസ്റ്റിയായ റവ ദോശ. അപ്പോൾ ഇതിന് ആവശ്യമായ ചേരുവകൾ എന്തെല്ലാമെന്ന് നോക്കാം. റവ ദോശ തയ്യാറാക്കാനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന റവയില്ലേ അത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് അരിപ്പൊടിയാണ്. അരിപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് മൈദമാവ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടേബിൾ സ്പൂൺ കറിവേപ്പില പൊടിയായി അരിഞ്ഞത്, 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ഇതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത്, ഒരു വലിയ ഉള്ളി ഇതുപോലെ കൊത്തി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മതി, ഇടത്തരം പുളിയുള്ള തൈര്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇതൊരു റണ്ണിങ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് വല്ലാതെ കട്ടിയായി പോകരുത്. ദോശ ബാറ്ററിനൊന്നും പോലെ നമുക്ക് അത്ര കട്ടി വേണ്ട കേട്ടോ. അപ്പോൾ അവസാനം ഞാൻ പറയാം എത്ര വെള്ളം ചേർക്കുന്നതെന്ന്. ഇതൊന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ കറക്റ്റ് 2 കപ്പ് വെള്ളമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു 30 മിനിറ്റ് മാറ്റി വയ്ക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട്. അതിന് മുമ്പ് ഇതിലൊരല്പം ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സൈഡിലേക്ക് മാറ്റി അടച്ച് വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം അടിയിൽ പോയി കിടക്കുകയായിരിക്കും. അപ്പോൾ ഇതാ കൺസിസ്റ്റൻസി 2 കപ്പ് വെള്ളം തന്നെ മതി, കൂടുതൽ ചേർക്കണ്ട കേട്ടോ. പെർഫെക്റ്റ്ലി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു നോൺസ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നല്ല ചൂടാകുമ്പോൾ നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്കിനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 തവി മതി. നിങ്ങളുടെ ദോശയുടെ വലിപ്പം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച്. തീ ആദ്യം നല്ല ചൂടായിട്ട് തന്നെ വേണം നിങ്ങൾ ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തണുത്ത പാനിലേക്ക് അല്ലെങ്കിൽ ഇടത്തരം ചൂടിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഡോട്ട്സ് ഇല്ലേ അത് കിട്ടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഞെരിഞ്ഞ് തുടങ്ങുമ്പോൾ തീ കുറച്ചിട്ടോളൂ. എന്നിട്ട് അടിവശം നന്നായിട്ട് മുരിച്ചിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വേണം അടിവശം മുരിച്ചെടുക്കാൻ വേണ്ടി. ആദ്യമേ ഹൈ ഫ്ലെയിമിൽ അങ്ങ് കുറേ സമയം കുക്ക് ചെയ്ത് അടിവശം കരിഞ്ഞു പോകും കേട്ടോ. ഇത് സാധാ ദോശ പോലെയല്ല. അടിവശം മുരിഞ്ഞ് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. നന്നായിട്ട് മുരിഞ്ഞാലേ നിങ്ങൾക്കിത് മറിച്ചിടാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഞാൻ ബാക്കി വരുന്ന മാവ് കൂടി ഇതുപോലെ നന്നായിട്ട് ചുട്ടെടുക്കട്ടെ. ചട്നിയുടെ കൂടെ കഴിക്കാൻ ഒരു പെർഫെക്റ്റ് ദോശയാണ്. നല്ല ടേസ്റ്റാണ് റവ ദോശ. കഴിച്ച ആരും എനിക്ക് തോന്നുന്നില്ല ഈ ദോശ ഇഷ്ടപ്പെടാതിരിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ദോശ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം ചെയ്യാൻ. അതിനുശേഷം 2-3 മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് അടിവശം നന്നായിട്ട് മുരിയുന്നവരെ കുക്ക് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുകെണ്ണയോ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് കടുകെണ്ണ വേണമെങ്കിൽ കടുകെണ്ണ ഉപയോഗിക്കാം, ഓയിൽ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റുകളും അറിയിക്കുക. അപ്പം വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.